കുറുന്തോട്ടിക്ക് വാദം അഥവാ ഭദ്രകാളിയെ പിശാച് പിടിച്ചു, അതുമല്ലെങ്കിൽ തീക്കട്ടയിൽ എറുമ്പരിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇതൊക്കെ പഴയ കാലത്ത് കാരണവന്മാരുണ്ടെങ്കിൽ ചില പഴഞ്ചൊല്ലുകളാണ്. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നും ഒരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ നമ്മളൊക്കെ ഇതുവരെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനം എന്ന് തെറ്റിദ്ധരിച്ച പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ വലിയ പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇവിടെ പല ആളുകളും കേസ് കൊടുക്കാൻ വരുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനിൽ വലിയ അഴിമതിയാണ്, ന്യായമായിട്ടും എനിക്കാണ് നിയമനം കിട്ടേണ്ടിയിരുന്നത്, പക്ഷേ PSC മെമ്പർമാരും സർക്കാരും ഒത്തുകളിച്ചു, ജോലി നഷ്ടപ്പെടുത്തി എന്നൊക്കെ പരാതി പറയാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറയും, നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു സ്ഥാപനമല്ല PSC. ഈ നാട്ടിൽ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന അപൂർവത്തിൽ അത്യപൂർവം സ്ഥാപനങ്ങളിൽ ഒന്നാണ്. PSCയെക്കാളും സത്യസന്ധമായിട്ടാണ് ഹൈക്കോടതി പ്രവർത്തിക്കുന്നത് എനിക്ക് അഭിപ്രായമില്ല. ഹൈക്കോടതിയേക്കാൾ സുതാര്യമായിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അതുകൊണ്ട് വെറുതെ അനാവശ്യമായിട്ട് പരാതി പറയരുത്. എന്തെങ്കിലും ക്രമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും മിക്കവാറും എല്ലാ ഘട്ടത്തിലും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലപാട് ശരിയാണെന്ന് പിന്നീട് കോടതി പരിശോധനയിൽ കാണുകയും തെളിയുകയും ബോധ്യപ്പെടുകയും കക്ഷികൾക്ക് തന്നെയും ഇക്കാര്യം വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ അല്ലാത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സമീപകാലത്ത് കാസർഗോഡ് ജില്ലയിൽ നിന്നൊക്കെയുള്ള ചില നിയമനങ്ങളിൽ. അത് ജാതി സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജാതി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പിന്നെ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് അല്ല എന്ന് പറയും. സ്റ്റേറ്റ് ലെവൽ അപ്പോയിൻമെൻറ്റിന് ഒരാളെ പിന്നോക്ക സമുദായക്കാരനായിട്ട് അംഗീകരിക്കും. ജില്ലാ തലത്തിലുള്ള അതേ നിയമനത്തിന് അതേ വ്യക്തിയെ തന്നെ ജനറൽ കാറ്റഗറിയിൽ പരിഗണിക്കുകയൊക്കെ ചെയ്ത കേസുകളുണ്ട്. അതൊക്കെ നമ്മൾ കോടതിയിൽ കേസ് കൊടുത്ത് പരിഹരിക്കുകയും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ അഴിമതിയിൽ ആറാടിയ ഒരു സ്ഥാപനമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ സമീപകാലത്ത് നടന്ന പല നിയമനങ്ങളിലും ഈ പാർട്ടിക്കാരും പാർട്ടിക്കാരുടെ ബന്ധുക്കൾക്കും അഡ്വൈസ് മെമ്മോ കിട്ടിയപ്പോഴും പലരും പറഞ്ഞു ഇതൊക്കെ പാർട്ടിക്കാരെ കംപ്ലീറ്റ് ഹൈജാക്ക് ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ MK സക്കീർ ചെയർമാനതിന് ശേഷമാണ് വലിയ വികല്പങ്ങൾ PSCയിൽ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അപ്പോഴും വിശ്വസിച്ചില്ലായിരുന്നു. സഖാവിൻ്റെ മകൻ അല്ലെങ്കിൽ സഖാവിൻ്റെ ഭാര്യ അല്ലെങ്കിൽ സഖാവിൻ്റെ മകൻ്റെ ഭാര്യ കഴിവുള്ളതുകൊണ്ടായിരിക്കും, മെറിറ്റുള്ളതുകൊണ്ടായിരിക്കും കിട്ടിയത് എന്നാണ് വിചാരിച്ചത്. ഈ KASനെ കുറിച്ചൊക്കെ പലരും പല അപവാദങ്ങളും പറഞ്ഞു. പക്ഷേ അതിലൊക്കെ നിയമനം കിട്ടിയ ആളുകളൊക്കെ വളരെ യോഗ്യന്മാരായിട്ടുള്ളവർ തന്നെയാണ്. അയോഗ്യ ഫയലുകൾക്ക് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളത് വിശ്വസിക്കില്ല മാർഗമുള്ളൂ. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത അത്ഭുതകരമാണ്. ഇൻ്റർവ്യൂവിലല്ല തട്ടിപ്പെടുത്തിയിട്ടുള്ള എഴുത്ത് പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ആസൂത്രണ ബോർഡിലെ ചില തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ ചില ചോദ്യങ്ങൾക്ക് മാർക്കേറ്ററില്ല എന്ന് മാത്രമല്ല PSC സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ഉത്തരക്കടലാസ് വേണമെങ്കിൽ നേരിട്ട് മേടിച്ച് പരിശോധിക്കാനുള്ളൊരു അവസരമുണ്ട്. പുനർമൂല്യനിർണ്ണയം നടത്താനുള്ള സംവിധാനം വരെ ഇപ്പോൾ ഉണ്ട്. അത്ര സുതാര്യമാണ് PSC, പഴയ PSC അല്ല. ആ PSCയിൽ നിന്ന് ഈ ഉദ്യോഗാർത്ഥിക്ക് അദ്ദേഹത്തിൻ്റെ ആൻസർ ഷീറ്റ് ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. ആൻസർ ഷീറ്റിന് വേണ്ടി അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുന്നു, എന്നിട്ട് കൊടുക്കുന്നില്ല. അതിൻ്റെ പുറത്ത് അപ്പീൽ കൊടുക്കുന്നു, അപ്പലേറ്റ് അതോറിറ്റി അത് നിരാകരിക്കുന്നു. വിവരാവകാശ കമ്മീഷനിൽ അപേക്ഷ കൊടുക്കുന്നു. അവസാനം 1.5 വർഷത്തിന് ശേഷമാണ് 30 ദിവസത്തിനകത്ത് കിട്ടേണ്ട ആൻസർ ഷീറ്റ് കിട്ടുന്നത് 1.5 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ 3 ചോദ്യങ്ങൾക്ക് മാർക്കേറ്ററില്ല എന്ന രഹസ്യം പുറത്തു വരികയാണ്. അപ്പോൾ ഇത്ര വലിയ അഴിമതി നടക്കുന്ന, ഇത്രയും കെടുകാര്യസ്ഥത നിറഞ്ഞ ഒരു സ്ഥാപനമായിട്ട് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ മാറി എന്ന് പറഞ്ഞാൽ എന്തൊരു അതിക്രമമാണ് എന്നാലോചിച്ച് നോക്കും. ഇപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ്റെ കാലത്താണ് ഇത് ഇത്ര മോശമായെന്ന് പറഞ്ഞത്. MK സക്കീറിന് ശേഷം വന്ന പുതിയ ചെയർമാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹം ഒരു പിണറായി വിജയനാണ്, ഇദ്ദേഹത്തിന് അവിടെ നിന്ന് എന്തും ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ട് പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടിക്കാർ നടത്തുന്ന ഒരു പാർട്ടി സ്ഥാപനമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ അധപ്പതിച്ചു അല്ലെങ്കിൽ പുരോഗമിച്ചു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. ഈ കേരളത്തിലെ പണിയും തുറവില്ലാതെ നടക്കുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ അവസാനത്തെ ആശാകേന്ദ്രമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. വേറെ എവിടെ ജോലി കിട്ടണമെങ്കിലും രൂപ പൈസ കൃത്യം എണ്ണി കൊടുക്കണം. സഹകരണ ബാങ്കിൽ കിട്ടണമെങ്കിൽ, ദേവസ്വം ബോർഡിൽ കിട്ടണമെങ്കിൽ, എയ്ഡഡ് സ്കൂളിൽ കിട്ടണമെങ്കിൽ, കോളേജിൽ കിട്ടണമെങ്കിൽ, എവിടെ ആയാലും കൈക്കൂലിയാണ് മാനദണ്ഡം. പണമാണ് മുഖ്യം. പണമില്ലാത്തവൻ പിണം, അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ സ്വാധീനം വേണം. ഇതില്ലാത്തവർക്ക് ജോലി കിട്ടുന്ന ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ, അത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്, കേരള സർക്കാർ സർവീസാണ്. അവിടെ ഇതാണ് സ്ഥിതിയെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് എന്താണ് ബാക്കിയുള്ളത്
എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും സർക്കാർ ഈ കാര്യത്തിൽ കർക്കശമായ തീരുമാനമെടുക്കും. ഈ PSC ചെയർമാനെ അയാളിരിക്കുന്ന കസേരയോടുകൂടി ചവിട്ടി അറബിക്കടലിലേക്ക് തെറിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടായാലും ഇയാൾ നേരിട്ട് ഉത്തരവാദിത്വം എടുത്താണ് അഴിമതി നടത്തിയെങ്കിൽ ആ കാരണത്താൽ അയാൾ വിചാരണ കൂടാതെ തൂക്കിക്കൊള്ളണം. ഇനി അയാൾ അറിയാതെയാണ് ഈ അഴിമതി നടന്നെങ്കിൽ എന്നാലും അയാൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അയാൾ ഇരിക്കുന്ന കസേരയോടുകൂടി ചവിട്ടി പുറത്താക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും. ഇതിലും കടുത്ത വാക്കുകൾ പറയാൻ അറിയാൻ പാടാത്തതുകൊണ്ടല്ല, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ക്ഷോഭം, ഞെട്ടൽ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നിർത്തുന്നത്. ജയ് ഹിന്ദ്.